ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൽ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈഷിത ചോദിക്കുകയാണ്, ആദ്യം ഇതെങ്ങനെ സാധിച്ചു? അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ അത്രയും വേദന കൊണ്ട് പൊളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മൈൻഡ് പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് എനിക്കിപ്പോൾ ജ്യൂസുമായിട്ട് വന്നത്. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിതാമ്മേ, ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, അദ്ദേഹം ഈ അപ്പയുടെ മനസ്സ് മാറ്റിയതായിരിക്കും. ദൈവത്തെ വിശ്വസിക്കാം, ദൈവമായിട്ട് തന്നെ ഇത് കൊണ്ടുവന്നാന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുകയാണ്. അതെ, ഈ ഇഷിതാമ്മ ഇക്കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കരുതേ, ഇഷിതാമ്മ സമാധാനത്തോട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിപ്പിയും അതേപോലെ തന്നെ ആദിയും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷ് പരക്കം മാഞ്ഞ് നേരെ ആകാശിൻ്റെ വീട്ടിലേക്ക് കടന്നുകൂടി ചെല്ലുകയാണ്. അപ്പോൾ എടാ ആകാശ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചത്തിലൊരു വിളി. അപ്പോൾ ഇത് കേട്ടുകൊണ്ടുന്ന രചനയാണെങ്കിൽ, എന്താ മഹേഷ് എന്തിനാ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്? എന്താ അവകാശമുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട്? ഇറങ്ങിപ്പോ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഞാൻ കാണാൻ വേണ്ടി വന്ന് നിന്നെയല്ല, ഇങ്ങനെ മറ്റവനെ ആകാശിനെ, അവനെ വിളിക്കേ, അവനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു ആകാശൻ. ഇത് ആരാ വന്നിരിക്കുന്ന? മഹേഷോ? അതും എൻ്റെ വീട്ടിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കി സംസാരിക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, നീ എന്തിനാണ് എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന് ഭീഷണിപ്പെടുത്തുന്നത്? നിന്നോട് ആരാ പറഞ്ഞ് എൻ്റെ മകൻ്റെ പിന്നാലെ ചെല്ലാനായിട്ട്? നീ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എടാ മഹേഷേ, എടാ നിന്റെ മകൻ്റെ പിന്നാലെ നടന്ന് ഞാൻ എന്താ അവനെ ദ്രോഹിച്ചോ, അല്ലെങ്കിൽ കരയിപ്പിച്ചോ, അവനെ ഭീഷണിപ്പെടുത്തിയോ എന്നൊക്കെ അവനെന്താ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ്? എടാ എന്തൊക്കെ ആയാലും നിന്റെ മകനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെ കണ്ട് ഒരുപാട് നാൾ എൻ്റെ ഒപ്പം ജീവിച്ചല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു പരിഗണനയൊക്കെ എനിക്ക് അവനോട് ഉണ്ടാവില്ലേ? അവനെ പോയി കാണാനും സംസാരിക്കാനൊക്കെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ പോയി കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്തത്. അല്ലാതെ അവനെയൊന്നും ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോയതല്ലടാ ഞാൻ എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കേടാ, അവനെ എൻ്റെ മകനാണ്, എൻ്റെ മകൻ. നിൻ്റെ ഈ പറച്ചിലൊക്കെ എന്നോടും എൻ്റെ മകനോടും വേണ്ട. നിന്നെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഞങ്ങൾക്കുണ്ടാ. എന്ത് മനസ്സിലാക്കിയെന്നാടാ മഹേഷ് ഈ പറയുന്നത്? നിന്റെ മകൻ ഇനി ഞാൻ പോയി കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും, അവന് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യും. എൻ്റെ മകനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് മഹേഷ്. അവിടെ വലിയൊരു വഴക്കുണ്ടാകുകയാണ്. അപ്പോഴേക്കും രചന അവിടെ കിടന്ന് തകിട്ടം പറയുകയാണ്, വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും നിന്റെ ആകാശിനെ മര്യാദക്ക് നിർത്തിക്കൊണ്ട രചന, ഇതോടെ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അത് പറയാനായിട്ട് മഹേഷ് എന്താണ് അധികാരം? ഈ വീട്ടിൽ കയറി ആകാശിനെ തല്ലാനായിട്ട് മഹേഷിന് എന്താ അധികാരം? ആദ്യ എൻ്റെയും കൂടി മകനാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ആദിയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം ആകാശിനുണ്ടെന്ന് പറയാണ്. ഏത് വകയിലാടി എൻ്റെ മകൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇവൻ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അവനെ ഒറ്റ തന്തയുള്ള അത് ഈ മഹേഷാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ തർക്കമാണ്. ആകാശിനിട്ട് പിടിച്ച് പാട്ടാന്ന് അടിക്കുകയാണ് ഇവിടെ മഹേഷ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചന പേടിച്ചു പോയി. വീട് മഹേഷേ, ആകാശിനെ തല്ലല്ലേ മഹേഷേ എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന രീതിയിൽ അവിടെ രചന അവിടെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് സംസാരിക്കുകയാണ്. ഇനി അവസാന വാണിംഗ് ഞാൻ തന്നേക്കാം. ഇനി എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന് നീ ശല്യപ്പെടുത്തുകയാണെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകാശേ, എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാലോ, പിന്നെ നീ ജീവനോടെ കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ആകാശിന് ഇത് ഭയങ്കരമായിട്ടും വാശിയും വൈരാഗ്യമൊക്കെ കൂടുകയാണ്. ഈ കണ്ടോ, നിന്റെ മക്കളിലെ രചന, അവര് കരയും, ഇവനും കരയും എന്ന രീതിയിൽ പറയണം. അതെ, ആകാശിനെ ദ്രോഹിച്ചിട്ടാണ് മഹേഷ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി ആകാശ് അവസാന കളി കളിക്കാൻ പോവാണ്. ആ കളിയിൽ നിന്റെ മക്കള് വെന്തുരുകുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് വല്ലാത്തൊരു രീതിയിലാണ് അവിടെ കിടന്ന് സംസാരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് വരികയാണ്. മഹേഷ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത ചോദിക്കണം, എന്താ മഹേഷ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കണം. അതെ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയി ഇരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചിപ്പിയും അതേപോലെ തന്നെ ആദ്യം കൂടെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും, ആദ്യം മോനെ, നീ എന്തുകൊണ്ട് ഡാഡിയോട് ആ കാര്യങ്ങൾ പറഞ്ഞില്ല? ആകാശ് നിന്നെ ഉപദ്രവിക്കാൻ, നിന്നോട് സംസാരിക്കാൻ വന്ന കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈഷിത പേടിച്ചു പോയി. എന്താ മഹേഷ പറഞ്ഞത്? ആകാശ് ആദിയുടെ പിന്നാലെ നടക്കുകയാണെന്നോ? ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുന്നു. അയാള് ഇവന് പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉദ്ദേശമുണ്ട്, ഒരു അനാവശ്യമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതെ,
അത് എന്നോട് ചിപ്പി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അല്ലായിരുന്നെങ്കിലോ എന്നോട് പറയുമായിരുന്നോ? പറയില്ലായിരുന്നു. അതെ, ചിപ്പി പറഞ്ഞാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. മോനെ ആദി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡാഡിയോട് പറയണം. ഇനി ആകാശ് നിന്നെ ശല്യപ്പെടുത്താനായിട്ട് പോവില്ല. അവനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പറച്ചിൽ അവൻ വരണ്ടോട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിപ്പിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. ആദ്യേട്ടാ, ഞാൻ ആദ്യേട്ടനോട് അപ്പോഴേ പറഞ്ഞില്ലേ, ഡാഡിയോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡി അതോടെ സോൾവ് ചെയ്യുമെന്ന്. ഇപ്പം കണ്ടില്ലേ, ഇനി അയാള് ആദ്യേട്ടൻ്റെ പിന്നാലെ വരികയില്ല. അപ്പം നമ്മുടെ മഹേഷ് പറയാണ്, ആദി ഇനിയെ നിങ്ങൾ രണ്ടുപേരും പോയി പഠിക്കാനായിട്ട് നോക്കി ചെല്ല്, ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുകയാണ്. അപ്പം നമ്മുടെ ഇഷിത മഹേഷിനെ തന്നെ ഇങ്ങനെ നോക്കിയാണ്. മഹേഷേ, അപ്പം ആകാശിൻ്റെ അടുത്ത് പോയി ആകാശിനെ തല്ലിയല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് തനിക്ക് എങ്ങനെ മനസ്സിലായി? മഹേഷല്ലേ ആള്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഏതായാലും ഈ കാര്യം പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയാതിരുന്നത് നന്നായി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഡാഡി ഒരു കേടിയാണെന്ന് വിചാരിക്കും രണ്ട് മക്കളും. എടോ, ഞാൻ ആ വീട്ടിൽ കയറി ചെന്ന് രചനയുടെ മുന്നിലിട്ട് തന്നെ അവനിട്ട് നല്ലത് കൊടുത്തു. അത് ശരി. അപ്പോൾ രചനയുടെ മുന്നിലിട്ടാണ് ആകാശിനെ തല്ലിയത് മഹേഷ് അല്ലേ? വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകാൻ നിൽക്കുന്നത്? പിന്നെ എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് താൻ പറയുന്നത്. എനിക്കതിന് സാധിക്കില്ല. നമുക്കിനി 3 മക്കളാണ്. ആ മക്കളെ കാര്യം ആലോചിച്ച് ഒരു പ്രശ്നത്തിൽ പോകാൻ നിൽക്കണ്ട. 3 മക്കളൊക്കെയാണ്. ഇനിയും അതിലും കൂടുതലുണ്ടായാൽ നമ്മൾ സഹിച്ചില്ലേ മതിയാവുള്ളൂ. ഓഹോ, അപ്പം മഹേഷ് വിടാനുള്ള തയ്യാറെടുപ്പല്ല. എത്ര മക്കൾ വേണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ലടോ. എടോ, താന് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ തന്നെ കുറ്റം പറയുകയല്ല. രചനയുടെ കൂടെ ജീവിക്കുമ്പോൾ അവൾ എന്നോട് ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടും. ഭാര്യ ഭർത്താവ് എന്നൊരു ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. കല്യാണം കഴിച്ചു, കൂടെ ജീവിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ ആകുന്നു, എങ്ങനെയോ 2 പിള്ളേരുണ്ടാകുന്നു. ആ പിള്ളേർ സ്വയം വളരുന്നു. അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. പിന്നെ അവളുടെ ഈ ആഗ്രഹം ഈ പണത്തിനോട് മാത്രമായിരുന്നു, അല്ലാതെ കുടുംബജീവിതത്തോട് ഉണ്ടായിട്ടേയില്ല. ഞാനും രചനയും അങ്ങനെയൊന്നും സ്നേഹിച്ചിട്ട് പോലുമില്ല. എനിക്ക് സ്നേഹത്തിൻ്റെ ഇതുപോലും കിട്ടിയിട്ടില്ല. പക്ഷേ കല്യാണ ജീവിതം എന്താണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്താണ്, അവർ തമ്മിലുള്ള സ്നേഹം എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് സാധിച്ചത് താനെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയുടെ കൈ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കണം. മഹേഷ് എന്നെ ഒരുപാട് അങ്ങോട്ട് പൊക്കുന്നുണ്ട്, മനസ്സിലായി. ഇത് ഞാൻ പൊക്കിയെന്നല്ല, ശരിക്കുള്ള സംഭവം പറഞ്ഞോട് താനെൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ സന്തോഷം എന്താണ്, സമാധാനം എന്താണെന്നൊക്കെ അറിഞ്ഞത്. ഈ രചന ഇപ്പോഴും ആകാശിൻ്റെ ഒപ്പം ജീവിക്കുന്നു. അവളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവളുടെ ഭർത്താവ് എന്ന് പറയാൻ എന്നെക്കുറിച്ച് പോലും അവൾ ചിന്തിച്ചില്ലായിരുന്നു. അങ്ങനെയാണ് അവൾ ആകാശിൻ്റെ ഒപ്പം കൂടെ ഇറങ്ങിപ്പോയത്. പക്ഷേ അതെല്ലാം ഞാനിപ്പം മറന്നു. ആ വേദനയിൽ നിന്നെല്ലാം ഞാൻ പിന്നോട്ട് പോയി, താനെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയെ ചേർത്ത് പിടിക്കാം. അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തൻ മുഖംമൂടിയൊക്കെ വെച്ച് വരികയാണ്. അത് നമ്മുടെ ആകാശ് തന്നെയാണ്. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് നമ്മുടെ ആദി വന്നു കഴിഞ്ഞപ്പോഴേക്കത്തെ ഡോറ് തുറക്കുന്ന ശബ്ദമാണല്ലോ. ഇനി അപ്പച്ചി എങ്ങാനും പുറത്തേക്ക് ഇറങ്ങി പോയോ എന്നിങ്ങനെ ചിന്തിച്ചങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആദ്യം ഒരു കാഴ്ച കാണുകയാണ്. കാരണം ഒരു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ പോകുന്നു ഇഷിതാമ്മയുടെ റൂം ലക്ഷ്യമാക്കി തന്നെ. ഇത് കണ്ട് ആദ്യം പേടിച്ചു പോവുകയാണ്. ദൈവമേ, ആരാണ്, ഇനി വല്ല കള്ളന്മാരാണെന്നൊക്കെ പേടിച്ച് ഈ ആദ്യം പിന്നാലെ പോവുകയാണ്. അതിനിടയ്ക്ക് തന്നെ ഈ ആകാശ് നേരെ ഇഷിതയുടെ റൂമിലേക്ക് കയറി ചെന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനെ അവിടെ കാണാനില്ല. അപ്പോൾ ഈ ആകാശ് മനസ്സ് ചിന്തിക്കുകയാണ്, ഏതായാലും ഞാൻ തേടി വന്നത് മഹേഷിനെയാണ്. പക്ഷേ എന്തായാലും തേടി വന്ന ആളെ കിട്ടിയില്ലെങ്കിലും ഇവളെ തീർത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ആകാശ് തൻ്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് ഈ ഇഷിതയെ കുത്താനായിട്ട് പോയതും നമ്മുടെ ആദി വന്ന് കൈ കയറി പിടിക്കുകയാണ്. ആദ്യം ഇങ്ങനെ കത്തി പിടിച്ചിങ്ങനെ തിരികെ. പക്ഷേ ഇയാളെ ഭയങ്കര ബലമുണ്ട്, കാരണം ഈ കൊച്ചു കുട്ടിയാണല്ലോ, എത്രത്തോളം പിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇഷിതാമ എണീക്ക് ഇഷിതാമ എന്ന് പറയുകയാണ്. ഇഷിത നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഏതോ ഒരാളും കൂടി ഒന്ന് ഗുസ്തി പിടിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇവൻ്റെ കയ്യിൽ കത്തിയുണ്ട്. ഇത് കണ്ട ഇഷിതയാണെങ്കിൽ പേടിച്ചു പോവുകയാണ്. അയ്യോ, ആരാ മോനെ, എടാ വിടറാ എന്നൊക്കെ പറയാണ്. പക്ഷേ ഇവരുടെ മൽപ്പിടുത്തം നടത്തുക. അങ്ങനെ ഇവനാണെങ്കിൽ പിന്നെ ഇവിടെ പിടിച്ചിട്ട് എന്നിട്ട് കാലിൽ നിന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ആകാശി പുറത്തോട്ടിറങ്ങി ഓടിപ്പോവാൻ സമയത്ത് തന്നെ ആകാശിനെ കയറി പിടിക്കുകയാണ് ഇവിടെ ആദി. നീ അങ്ങനെ പോകണ്ടടാ, നീ അവിടെ നിൽക്കടാ. പക്ഷേ ആദിയെ കുത്താനായിട്ട് നോക്കുമ്പോഴും ആദ്യം ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുക. അപ്പോഴേക്കും
നമ്മുടെ ഇഷ്ടമാണെങ്കിൽ പേടിച്ച് കുറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോഴേക്കും അത് നീ ആരാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ, നീ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖം മൂടി വലിച്ച് അങ്ങോട്ട് തുറക്കുകയാണ് നമ്മുടെ ആദി. അപ്പോഴേക്കും ആകാശാണെന്ന് മനസ്സിലായി. ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. നീയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പം ഏതായാലും ഞാൻ ആരാണെന്ന് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദിയെ കുത്താനായിട്ട് പോവുകയാണ് ഇവിടെ ആകാശ്. അപ്പോഴേക്കും ഇഷിത പേടിച്ചു പോയി. നീ എന്നെ കൊല്ലാനല്ലേ വന്നത്, അതുകൊണ്ട് നീ ആദ്യം ഒന്നും ചെയ്യണം, നീ എന്നെ കൊന്നോ എന്ന് പറയുകയാണ്. ഇഷിതാമ്മേ മാറി, ഇഷിതാമ്മേ അയാൾ എന്നെ കൊന്നോട്ടെ, ഇഷിതാമ്മയ്ക്ക് ഒരു ആപത്ത് വരാൻ പാടില്ല. വേണ്ട മോനെ. അപ്പോൾ ആകാശാണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തി എടുത്തിട്ട് ഇഷിതയുടെ വയറ്റിലിട്ട് ഒറ്റ കുത്താണ്. ഇതെല്ലാം നമ്മുടെ ആദ്യയുടെ സ്വപ്നമായിരുന്നു. ആദ്യ സ്വപ്നത്തിൽ ഇഷിതാമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എണീക്കാണ്. ആദ്യം പേടിച്ച് വിറച്ചു പോയി. കഴിഞ്ഞപ്പോഴേക്കും നല്ല പാതിരാത്രി ആയിട്ടുണ്ട്. ഇനി ആദ്യക്ക് സംശയം തോന്നി. ആദ്യമാണെങ്കിൽ പതിയെ പതിയെ റൂമിലൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോഴും അടുക്കളയിൽ എന്തോ ശബ്ദം. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ മഞ്ജുമ ഇരുന്ന് സംസാരിക്കാം. ആ കാമുകരോട് ഇരുന്ന് സംസാരിക്കുക. ഇത് കണ്ടോണ്ട് വരികയായിരുന്നു രചന ഈ ആദി. ആഹാ കൊള്ളാലോ. അപ്പോൾ നമ്മുടെ രചന പെട്ടെന്ന് ഫോൺ കട്ടാക്കിയാലോ. ഇവനൊന്നും ഉറക്കുമല്ലോ, നിനക്ക് എന്താണ് ഉറക്കുമല്ലേ? ഉറങ്ങാതിരുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഇപ്പം ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചത്. അപ്പം എനിക്ക് നാണമില്ല എന്നൊക്കെ ചോദിക്കാം. നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്? പോയി കിടന്ന് ഉറങ്ങ് നോക്കാൻ ചേക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോകോ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരും വിളിച്ചു കൂട്ടാം. അപ്പം എനിക്ക് സമാധാനം ആയിക്കോട്ടെ. അപ്പം ഇവിടെ കള്ളത്തിന് ഇപ്പം തന്നെ ഞാൻ വിളിക്കാം. എന്താ എല്ലാവരും വിളിക്കണോ? നമ്പർ ഡിലീറ്റ് ആക്കാൻ നോക്കണ്ടാ. നോക്കിയിട്ടുണ്ടെങ്കിലേ എൻ്റെ കയ്യിൽ കുറേ തെളിവുകളെല്ലാം ഉണ്ട്. എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കാൻ നിൽക്കരുത്. നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കിപ്പോൾ നല്ലൊരു ജ്യൂസ് വേണം, പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി തരാമോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എല്ലാവരും വിളിക്കും. നീ എന്നോട് സോറിയും പറയണ്ട, ഒന്നും പറയണ്ട, നീ ഒന്ന് പോയി തരാമോ? ഇല്ല അപ്പേ, അങ്ങനെ അപ്പയെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പയെ കൊണ്ട് ഞാൻ പോകുള്ളൂ. എനിക്കിപ്പോൾ ഒരു ജ്യൂസ് വേണം. ഇപ്പം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശബ്ദം കേട്ട് എല്ലാവരും എണീക്കില്ലേ? അത് ശരിയാണല്ലേ. എങ്കിലൊരു കാര്യം ചെയ്യാം. എനിക്കൊരു ഓംലേറ്റ് അടിച്ചോ? ഓംലേറ്റോ? അതെ, എനിക്ക് ഓംലേറ്റ് അടിച്ചു തരാം. അപ്പം അത് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടണം? ഓംലേറ്റ് ഞാൻ അടിച്ചു തരാം. അങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എന്തിനാ അപ്പയ്ക്കൊരു ഭർത്താവ് ഉള്ളതല്ലേ, ആ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് എന്തിനാണ് കണ്ടവരുടെ പിന്നാലെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എടാ നിനക്ക് ഓംലേറ്റ് വേണമെന്നല്ലേ പറഞ്ഞത്? ആ ഓംലേറ്റ് ഞാൻ ഉണ്ടാക്കി തന്നോളാം. നീ കൂടുതൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിക്കുന്നില്ലേ? പക്ഷേ എന്നാലും എനിക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ. എന്നാലും ഈ കുടുംബത്തെ മുഴുവനും വഞ്ചിച്ചുകൊണ്ടിരിക്കണല്ലേ അപ്പം നിങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അമ്മ എന്താണ് ചെയ്തത്? നിന്റെ അമ്മ കണ്ടവന്റെ പുറകെ പോയതല്ലാണ് നിന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് സ്തംഭിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നതായി നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.